മക്കളെ. അപ്പൊ എല്ലാവരും നമ്മുടെ നീറ്റിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ആൻസേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു നിങ്ങളുടെ നീറ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എനിക്ക് തോന്നുന്നു കെമിസ്ട്രി എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? കെമിസ്ട്രി എക്സാം എനിക്ക് തോന്നിയിടത്തോളം കാലം നമുക്ക് 2024 വെച്ച് നോക്കുമ്പോൾ 2025 എന്ന് പറയുന്നത് ഒരുപാട് എളുപ്പമാണ്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും PYQs ആണ്, നമ്മൾ പാസ്റ്റ് ഇയറിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് മാത്രം ചില ഡിഫറൻസ് ഉണ്ട്. ചിലത് മാത്രം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻസ്, അത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് വളരെ എളുപ്പമായിട്ടാണ് തോന്നിയത്. ഫിസിക്കൽ കെമിസ്ട്രി എനിക്ക് തോന്നുന്നു കുറച്ച് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ടൈം യൂസ് ചെയ്യേണ്ടത്. സോ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 45 ക്വസ്റ്റ്യൻസിൽ ഒരു ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20 to 24 ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആകെ ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് എന്ന് പറയുന്നത് ഒരു 5 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ള ഡിഫിക്കൽട്ടിയുടെ ആ മിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു 50% എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള സാധനമാണ്. 50% എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരുന്നു 50% എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി മീഡിയം ആയിട്ട് വരുന്നതാണ് ഒരു 40% എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 38%. ബാക്കി വളരെ കുറവ് മാത്രമാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. നമുക്ക് കൂടുതൽ ഭാഗം വന്നിരിക്കുന്നത് ആക്ച്വലി എന്താ പറയാ 12th പോർഷൻസ് എന്നാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഒരു 51% നമ്മൾ 12 ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. ഒരു 51-52% മാത്രമാണ് 12th വന്നിട്ടുള്ളത്. 12th ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഇനി 11th നമ്മൾ ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻ 3 കുറച്ച് ക്വസ്റ്റ്യൻസേ കോർഡിനേഷൻ കെമിസ്ട്രി ഉള്ളൂ. അതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മുടെ അതേപോലെ അമീൻസ് നമുക്ക് ഇപ്പം പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് എന്നൊക്കെ ആയിക്കോട്ടെ, അമീൻസ് എന്നൊക്കെ ഈസി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കെമിക്കൽ ബോണ്ടിംഗ് എന്നാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടി നമുക്കൊരു ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് നമ്മൾ ആ ഫാരഡേ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് തെറ്റാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ അതേപോലെ സബ് ടോപ്പിക്സിൽ വരുമ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഓഫ് ദ സോളിബിലിറ്റി എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. പക്ഷേ ജനറൽ ടോപ്പിക്സ് ആയിട്ട് നമുക്ക്, അതായത് ക്വസ്റ്റ്യൻസിന്റെ ജനറൽ ടോപ്പിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ പ്യൂരിഫിക്കേഷൻ ആയിക്കോട്ടെ, മാഗ്നറ്റിസം ആയിക്കോട്ടെ, നമ്മുടെ അത് മാഗ്നറ്റിസം കണ്ടത്, അൺപെയർഡ് ഇലക്ട്രോൺസ്, അതൊക്കെ വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 11th 12th ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് 11th 12th വെച്ച് നോക്കുമ്പോൾ 11th നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നു 11th. പക്ഷേ 12th മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, 12th നമുക്ക് എന്തുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. സോ ഓർഗാനിക് കെമിസ്ട്രി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യത്തെ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും എളുപ്പമായിരുന്നു. ചിലത് മാത്രം കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് സബ് ടോപ്പിക്സിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ 11th 12th വരുന്നത്. പിന്നെ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ ചാപ്റ്റർ വൈസ് കടക്കുവാണെങ്കിൽ, ഇക്വിലിബ്രിയത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലാണ് കുറച്ചും കൂടി നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറച്ചുകൂടി ഹാർഡായിട്ട് വന്നത്. പിന്നീട് കോർഡിനേഷൻ കെമിസ്ട്രി ഒക്കെ വരുവാണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രിയിലൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ. പിന്നെ ഡിഫിക്കൽട്ടി ലെവൽ എനിക്ക് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇലക്ട്രോ കെമിസ്ട്രിയിലാണ്. ഇലക്ട്രോ കെമിസ്ട്രി 2 ക്വസ്റ്റ്യൻ വന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ അല്ല, രണ്ടും എന്തായിരുന്നു, ഒരു ഡിഫിക്കൽട്ട് ടു മോഡറേറ്റ് ലെവൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടും നിങ്ങൾക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിന്ന്. അതേപോലെ നമ്മുടെ സൊല്യൂഷൻസ് വന്ന ക്വസ്റ്റ്യനും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സ് ആക്ച്വലി 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെൽറ്റ എച്ച് ആദ്യം കണ്ടുപിടിച്ച് പിന്നെ അതിലേക്ക് ഡെൽറ്റ ജി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കുറച്ച്, അതായത് ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്തു വരണം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വേറെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വേറെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, പീരിയോഡിസിറ്റിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ വരുന്നത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസിൽ വരുന്ന, ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ഒന്നും ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതേപോലെ നമ്മൾ ആൽക്കഹോൾസിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ബയോമോളിക്യൂൾസിനൊക്കെ ആകെ ഒരു ക്വസ്റ്റ്യനേ വന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മളൊരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ടോപ്പിക്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഐസോമറൈസേഷൻ എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മോഡറേറ്റ് ലെവലിൽ നമുക്ക് കൊടുക്കാം. മോഡറേറ്റ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. NCERT ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് ഫോർമൽ ചാർജ് എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമ്മുടെ O3യുടെ കാര്യം. അതും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ബാക്കി എനിക്ക് തോന്നുന്നു ഡിഫിക്കൽട്ടി ലെവൽ പിന്നെ നമുക്ക് ടോപ്പിക്സ് വൈസ് ആര് കൊടുക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ, ΔG കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു. കോൺസെൻട്രേഷൻ പോർഷൻസ് നമുക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫാരഡേ ലോയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതും കുറച്ച് ഡിഫിക്കൽട്ട്. ഫാരഡേ ലോ അത് ഡിഫിക്കൽട്ട് അല്ല, നമ്മൾ ചെയ്തു വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ്. പിന്നെ അതേപോലെ നോമിൻക്ലേച്ചറിന്റെ ബേസിലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത്രയാണ് നമുക്ക് ഡിഫിക്കൽട്ട്, ഒരുപാട് ഡിഫിക്കൽട്ട് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓർഗാനിക് എന്നൊന്നും അധികം ഡിഫിക്കൽട്ട് എന്ന രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യനും പോയിട്ടില്ല. നമുക്ക് ഇൻഓർഗാനിക്കിലും വലിയ കാര്യത്തിൽ വന്നിട്ടില്ല. ഫിസിക്കൽ കെമിസ്ട്രിയിൽ മാത്രമാണ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ചിലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് നമ്മൾ കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇത്രയായിരുന്നു നമ്മുടെ അനലൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാക്സ് ടു മാക്സ് നമുക്ക് ഡിഫിക്കൽട്ടി ലെവലിൽ പറയാൻ പറ്റുള്ളൂ. 5 to മാക്സിമം 5 to 6 ആണ്. അതും ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സമയം എടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പക്ഷേ എഗെയിൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിട്ട് വരും. എനിക്ക് കെമിസ്ട്രി ഞാൻ 2024 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2025 കെമിസ്ട്രി എന്ന് പറയുന്നത് ഇത്രയും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എന്തായാലും എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്സിനൊന്നും ഇല്ലാതെ എഴുതിയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് മാർക്സ് കിട്ടിയതിൽ കുറവാണ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറവ് മാർക്കാണ് കിട്ടിയതെങ്കിലും പേടിക്കാനൊന്നുമില്ല. നമുക്ക് സെറ്റാക്കാം, പ്രശ്നമില്ല. നിങ്ങൾ അത് വെച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ മെൻ്റൽ ഹെൽത്ത് നോക്കുക. മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട്, അതായത് അതിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടിരിക്കാം. ഓക്കെ. സോ ഇതായിരുന്നു നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ അനലൈസ് ചെയ്ത് പേപ്പർ അനലൈസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒരു ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഈസി എന്ന് പറയുമ്പോൾ തന്നെ ആ എക്സാം നമുക്ക് ആ കെമിസ്ട്രി എന്ന് പറയുന്നത് നമുക്കൊരു ഈസി ടു മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് ആസ് എ ഹോൾ നമ്മൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്ന മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് എന്ന ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടട്ടെ. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ വിചാരിച്ച ഇടത്തിലൊക്കെ എത്തണം. ഇനി നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടും. നിങ്ങൾക്ക് എന്താണ് കട്ട് ഓഫ് വരുന്നത്, എവിടെയൊക്കെയാണ് അഡ്മിഷൻ കൊടുക്കാൻ എളുപ്പമുള്ളത്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്ഥലത്ത് തന്നെ കിട്ടും. നല്ല സ്ഥലത്ത് തന്നെ MBBS ഡോക്ടേഴ്സും BDS ഡെന്റൽ ഡോക്ടേഴ്സും എല്ലാ ഡോക്ടർമാരുകൾ വരട്ടെ കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സ് ആവട്ടെ. ഇനി ഇനി പോകുമ്പോൾ നിങ്ങൾക്ക് കോളേജസിനെ കുറിച്ചുള്ള അഡ്മിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ബൈ.